മറ്റൊരു ചോദ്യം, യാത്രയിൽ ളുഹറും അസറും നിസ്കരിക്കാൻ പറ്റിയില്ല, എന്താ ചെയ്യുക എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകരുത്. അതായത് ളുഹറിന്റെ സമയത്ത് നമ്മൾ യാത്രയിലാണ് എങ്കിൽ നമ്മൾ മഗ്രിബിന് മുമ്പായിട്ട് എത്തുമെങ്കിൽ നമുക്ക് എത്തിയതിന് ശേഷം അസറിനോടൊപ്പം ജംഅ് ചെയ്യാൻ നമുക്ക് നിയത്താക്കാം, ജമ്മു തഖീർ ചെയ്യാം. ളുഹറും അസറും കൂടി അസറിന്റെ വക്തിൽ മഗ്രിബ് ആകുന്നതിന് മുമ്പ് നിസ്കരിക്കാം. പക്ഷെ നമുക്കറിയാം ഈ യാത്ര മഗ്രിബിന്റെ മുന്നിലൊന്നും അവസാനിക്കുന്ന യാത്ര അല്ല. ഇവിടുന്ന് ബോംബെയിലേക്ക് പുറപ്പെട്ടതാ, മഗ്രിബിന് മുമ്പൊന്നും നമ്മൾ എത്തൂല. അപ്പം എന്താ ചെയ്യുക? അവിടെ എത്തി ബോംബെയിൽ രാത്രി എത്തി, അല്ലെങ്കിൽ സുബൈക്ക് എത്തിയിട്ട് അങ്ങനെ നിസ്കരിക്കലാണോ? ചില ആളുകൾക്ക് അങ്ങനെയാണ് നിസ്കരിക്കുന്നത് എല്ലാം കൂടി. അപ്പം അങ്ങനെ നിസ്കരിച്ച അപ്പോഴാണ് റാഹത്ത്. നമ്മുടെ റാഹത്തല്ല നോക്കേണ്ടത്, നിസ്കാരത്തിന് അതിൻ്റെ സമയമുണ്ട്. ആ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബാധ്യത. ഷർത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഷർത്ത് എന്ന് പറയുന്നത് സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും നീങ്ങളെ പോകുന്നത്. ഇപ്പം യുദ്ധത്തിൻ്റെ വേളയിലൊക്കെ പിന്നെ എന്തിനാണ് നിസ്കാരം നിശ്ചയിച്ചത്? യുദ്ധമൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ പിന്നെ നിസ്കരിച്ചാൽ പോലെ. കുറച്ച് ആളുകൾ ശത്രുക്കളെ നേരിടുക, കുറച്ച് ആളുകൾ കിബിലക്കെതിരായിട്ട് വരെ വരുന്ന സാഹചര്യങ്ങൾ നിസ്കാരത്തിലുണ്ട്. കുറച്ച് ആളുകൾ ഇരിക്കുക, ഇപ്പം നിന്നിട്ട് തന്നെ നിസ്കരിക്കണം എന്നാണ്. കുറച്ച് ആളുകൾ ഇരുന്ന് നിസ്കരിക്കുക, ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് വക്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. ആ ബോധ്യം നമുക്ക് വേണം. കള എന്ന് പറയുന്ന പരിപാടി ദീനിലില്ല. മനഃപൂർവ്വം കളാക്കുക എന്ന് പറയുന്ന പരിപാടി അതുണ്ട് എന്നുള്ള ധാരണയിലാണ് പല ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ളുഹറിൻ്റെയോ അസറിൻ്റെയോ സമയത്ത് എപ്പോഴാണ് സാഹചര്യം കിട്ടുന്നത്, ആ രൂപത്തിൽ നിങ്ങൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട്, വുളു എടുക്കാൻ വെള്ളം ഉണ്ടാവണം, അത് നോക്കണം. നേരെ തൈമം ചെയ്യാന്നുള്ളതല്ല, വെള്ളം ഉണ്ടോ എന്നുള്ള പരമാവധി നോക്കുക. ബാത്റൂം ഉണ്ടെങ്കിൽ, ട്രെയിൻ ആണെങ്കിൽ ബാത്റൂം വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുക. ട്രെയിനിലെ വെള്ളം ഇല്ലെങ്കിൽ 15 ഉറുപ്പ്യ കൊടുത്തിട്ടൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണം, നിർബന്ധമാണ്. അല്ല വേഗം തൈമം ചെയ്യാന്നുള്ളതല്ല. കാരണം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഒരു വെള്ളം മേടിക്കുക. ഒരു വാട്ടർ ബോട്ടിൽ തന്നെ എത്ര ആൾക്കാർക്ക് വുളു എടുക്കാം. വെള്ളം കുറവാണെങ്കിൽ ഫർദ് ഒരു പ്രാവശ്യം കഴിയാൽ മതിയല്ല, മുഖവും കൈയും ഒക്കെ. എന്നിട്ട് എവിടെയാണോ കിട്ടുന്നത്, അത് കിബിലക്ക് നേരെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണോ അങ്ങനെ. സ്ലീപ്പർ നമ്മുടെ ബർത്ത് കിബിലക്ക് നേരെയാണെങ്കിൽ അൽഹംദുലില്ലാ അങ്ങനെ. ഇനി അതല്ലെങ്കിൽ എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ. ഫത്തഖുല്ലാഹ മസ്തതാഅ്തും. നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇരിക്കുക. ഇപ്പം നിൽക്കാൻ ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റ് അധികം നിർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇടയിൽ നമ്മൾ തന്നെയാണ് ആ ബർത്തിൽ എല്ലാവരും ഉള്ളത്, നമുക്ക് അവിടെ വിരിച്ച് നിന്നിട്ട് തന്നെ നിസ്കരിക്കാൻ പറ്റുക, അങ്ങനെ തന്നെ ചെയ്യുക. അതല്ലെങ്കിൽ അത് ആളുകളെ യാത്ര മുടക്കിയിട്ടല്ല, ശ്രദ്ധിക്കണം, സൈഡിലേക്ക് അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വക്ത് നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ നിസ്കരിക്കാമെന്നുള്ള രീതി ശരിയല്ല. അങ്ങനെ പറ്റിയില്ലെങ്കിൽ, അങ്ങനെ പറ്റാത്ത നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ ഉടനെ നിസ്കരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല, നമ്മൾ നിസ്കരിക്കണം. അതുകൊണ്ടാണ് ഫ്ലൈറ്റിലുള്ള നിസ്കാരവും വാഹനപ്പുറത്തുള്ള നിസ്കാരമൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടുള്ള നിസ്കാരം ഒറ്റ നിസ്കാരം വിശദീകരിച്ചാൽ പോരെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക.